ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞതോടെ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർലഭ്യവും വിലക്കയറ്റവും ഉണ്ടാകുമെന്ന ആശങ്ക വലിയ രീതിയിൽ ഉയർന്നിരുന്നു. റംസാൻ കാലമായതിനാൽ വിലക്കയറ്റം തടയാൻ മാർക്കറ്റുകളിൽ ഹമാസ് കർശന പരിശോധനകളും നടത്തിവരുന്നുണ്ട്. ഗാസയെ വരുതിയിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് അടക്കം പലരും കാര്യമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിനോട് 15 മാസത്തോളം പൊരുതി നിന്ന ഗാസയെ അത്ര പെട്ടെന്നൊന്നും കൈപ്പിടിയിലാക്കാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ട്രംപ് അടക്കമുള്ള ഭരണാധികാരികൾക്കെല്ലാം നന്നായി അറിയാം. ഇതിനിടയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും ഗാസയുടെ പുനർനിർമ്മാണത്തിനായി പലസ്തീനികളെ പുറത്താക്കി അയൽ രാജ്യങ്ങളായ മറ്റ് അറബ് രാജ്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കുമെന്നൊക്കെ ട്രംപ് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേര ആക്കി പുനർനിർമ്മിക്കുമെന്നതാണ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം. പക്ഷേ പലസ്തീനികളെ പുറത്താക്കാതെ ഗാസ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി തങ്ങൾ മുന്നോട്ട് വയ്ക്കാമെന്ന പ്രഖ്യാപനമാണ് ഈജിപ്ത് നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ ഇസ്രയേൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അനുകൂലിച്ചത്. അമേരിക്കയ്ക്കെതിരെ ഒരു വിരൽ അനക്കാൻ ഇസ്രയേൽ നിലവിൽ തയ്യാറാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.